നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സാമ്പത്തിക സാക്ഷരത പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി റിസർവ് ബാങ്ക് സാമ്പത്തിക ബോധവൽക്കരണ സന്ദേശവുമായി പുസ്തക രൂപത്തിൽ 5 ലഘുലേഖകൾ വായിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി മലയാളത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു. സൗജന്യമായി വിതരണം ചെയ്യുന്ന പ്രവർത്തനം തുടങ്ങി. ഗ്രാമപ്രദേശങ്ങളിലെ വായനാശാലകളിലെല്ലാം ഈ പുസ്തകങ്ങൾ താമസിയാതെ വായനയ്ക്ക് ലഭ്യമാകും. സാമ്പത്തിക ബോധവൽക്കരണമാണ് ഇതിലെ ഉള്ളടക്കം. സാമ്പത്തിക അവബോധം, ഒപ്പം സാമ്പത്തിക തട്ടിപ്പുകാരുടെ പ്രവർത്തന രീതികൾ എന്നിവയെല്ലാം ലഘുലേഖകളിൽ ആകർഷകമായി പ്രതിപാദിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സാക്ഷരത സംബന്ധിയായ ബുക്ക്ലെറ്റുകൾ എല്ലാ ലൈബ്രറികളിലും വിതരണം ചെയ്യുന്നതിനുള്ള സന്നദ്ധത സംസ്ഥാന ലൈബ്രറി കൗൺസിലിനെ RBI അറിയിക്കുകയായിരുന്നു. 9000 അംഗ ലൈബ്രറികളുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേർന്ന് ഇതിന് അനുമതിയും നൽകി. മലയാളത്തിൽ ഇതിന്റെ അച്ചടി നിർവഹിച്ചവർ പ്രസാധകർക്കു വേണ്ടി ഇതിനകം സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസുകളിലും പുസ്തകക്കെട്ടുകൾ എത്തിച്ചു. അവിടെ നിന്നാണ് അംഗ ലൈബ്രറികൾക്കുള്ള വിതരണം. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സാക്ഷരതാ ലഘുലേഖയിൽ പണം വിജയകരമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ആദ്യ ചുവട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേർതിരിയാൻ കഴിവുണ്ടാവുക എന്നതാണെന്ന് ആദ്യ പേജിൽ ഓർമ്മിപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ തിരിച്ചറിയാനും മാറ്റിവെക്കാനുമുള്ള ശീലം വളർത്തി അത് മനസ്സിൽ ഉറപ്പിക്കാൻ പഠിക്കുന്നതോടെ ഭൂരിപക്ഷം സാമ്പത്തിക ലക്ഷ്യങ്ങളും കൈവരിക്കാൻ പ്രാപ്തമാക്കുമെന്ന തിരിച്ചറിവും ഉള്ളടക്കം നൽകുന്നുണ്ട്. വരവിനേക്കാൾ കുറവാവണം ചെലവ്. വരവ് ചെലവുകളെ സന്തുലനം ചെയ്യുക എന്നത് കലയാണെന്ന് പറഞ്ഞ് ബജറ്റിംഗിന്റെ പ്രാധാന്യം വിവരിച്ച് അധിക വരുമാനം ഭാവി ആവശ്യങ്ങൾക്ക് നിക്ഷേപിക്കാമെന്ന് നിർദ്ദേശിക്കുന്നു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പയ്ക്കായി വികസിപ്പിച്ച വെബ് അധിഷ്ഠിത പോർട്ടലായ വിദ്യാലക്ഷ്മിയെക്കുറിച്ചും വിശദമായി വിവരിക്കുന്നുണ്ട്. RBIയുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും ലഘുലേഖ അറിവ് പകരുന്നുണ്ട്. സാമ്പത്തിക സാക്ഷരത പഠന സാമഗ്രികൾ എന്ന നിലയിൽ സാമ്പത്തിക വിദ്യാഭ്യാസത്തിനായി എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ സമീപനം എന്നതല്ല പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കം. ഈ ലക്ഷ്യത്തോടെയാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് വകുപ്പ് വ്യത്യസ്ത വിഭാഗങ്ങൾക്കായി പ്രത്യേകം സാമ്പത്തിക സാക്ഷരതാ പാഠങ്ങൾ അവതരിപ്പിക്കുന്നത്. വിവിധ ജനവിഭാഗങ്ങളെ അവരുടെ ധനം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും ഭാവി ആസൂത്രണം ചെയ്യുന്നതിനുമായി ആവശ്യമായ അറിവും വൈദഗ്ധ്യവും വികസിപ്പിച്ച് ശാക്തീകരിക്കുന്നതിനുമുള്ള ശ്രമത്തോടൊപ്പം സാമ്പത്തിക തട്ടിപ്പുകാരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും കൃത്യമായ അവബോധം നൽകുന്നു. ഡിജിറ്റൽ തട്ടിപ്പുകാർക്ക് വശംവദരാകാൻ സാധ്യതയുള്ളവർക്കിടയിൽ പ്രതിരോധപരമായ സാമ്പത്തിക അവബോധം പരിപോഷിപ്പിക്കുക കൂടി ലഘുലേഖകളിലൂടെ RBI നിർവഹിക്കുന്നുണ്ട്. ഡിജിറ്റൽ തട്ടിപ്പുകാരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിന് സഹായകരമായ വിധം ലളിതമാണ് പുസ്തകങ്ങളിലെ ഓരോ വിവരണവും. ഒരിക്കലും ഇമെയിൽ, SMS ഉൾപ്പെടെ ഏതെങ്കിലും സന്ദേശം വഴി റിസർവ് ബാങ്ക് വ്യക്തികളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെടാറില്ലെന്നത് അടിവരയിടുന്നു. തട്ടിപ്പിനെ കുറിച്ച് പുസ്തകത്തിൽ അറിവ് പകരുന്നത് കഥാപാത്രങ്ങളിലൂടെയാണ്. ATM, ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോം, ആശംസാ സന്ദേശം, QR കോഡ്, ഓൺലൈൻ ലോട്ടറി, ജോലി തുടങ്ങിയ ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പുകളും പരിചയപ്പെടുത്തുന്നു.